ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. രാഷ്ട്രപതി ദ്രൗപദി മുർമു തമിഴ്നാട്ടിലെത്തി. ഗവർണർ RN രവിയും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി L മുരുകനും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. വെല്ലൂരിലെ അരിയൂർ നാരായണി ക്ഷേത്രത്തിൽ ശ്രീമതി മുർമു ദർശനം നടത്തി. ക്ഷേത്ര സമുച്ചയത്തിലെ ധ്യാന പവലിയനും ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഇന്ന് തിരുപ്പതിയിലേക്ക് പോകും. എത്യോപ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ലോകസമാധാനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും എത്യോപ്യയുമെന്ന് നേരത്തെ എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. എല്ലാവരുടെയും ക്ഷേമം മാതൃരാജ്യത്തോടുള്ള ഇരു രാജ്യങ്ങളുടെയും വൈകാരിക കാഴ്ചപ്പാടുകളെ പ്രതിഫലിപ്പിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പുരസ്കാരവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ആണവോർജ്ജ വിനിയോഗ ബിൽ 2025 ലോക്സഭ ചർച്ചയ്ക്കെടുത്തു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആണവോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ആണവോർജ്ജ നിയന്ത്രണ ബോർഡ് രൂപീകരിക്കാനും ആണവോർജ്ജ പരിഹാര ഉപദേശക സമിതി സ്ഥാപിക്കാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2047 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പരമ്പരാഗത ടോൾ പിരിവ് സംവിധാനത്തിന് പകരമായി അടുത്ത വർഷം അവസാനത്തോടെ രാജ്യമെമ്പാടും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സംവിധാനം നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ പറഞ്ഞു. ദേശീയപാതകളിലെ വാഹനങ്ങളുടെ ഗതാഗത സമയം കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ചോദ്യോത്തരവേളയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ ഏകദേശം 1500 കോടി രൂപയുടെ ഇന്ധനം ലാഭിക്കാമെന്നും ശ്രീ നിതിൻ ഗഡ്കരി അറിയിച്ചു. വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തി. സാങ്കേതിക സർവകലാശാല VC-ആയി സിസ തോമസിന്റെയും ഡിജിറ്റൽ സർവകലാശാല VC-ആയി സജി ഗോപിനാഥിന്റെയും നിയമനം ചാൻസലർ കൂടിയായ ഗവർണർ അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് ലോക് ഭവൻ വിജ്ഞാപനം പുറത്തിറക്കി. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ഓഫീസിലെത്തി സിസ തോമസ് ചുമതലയേറ്റു. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. തിരുവനന്തപുരം വിഴിഞ്ഞം വാർഡ്, മലപ്പുറം പായിമ്പാടം വാർഡ്, എറണാകുളം ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ നടക്കും. കൊല്ലം ജില്ലയിൽ എന്യൂമറേഷൻ ഫോം വിതരണവും ഡിജിറ്റൈസേഷനും 100% പൂർത്തിയായതായി ജില്ലാ കളക്ടർ N ദേവിദാസ്. 1,67,000-ലേറെ പേരെ കണ്ടെത്താൻ കഴിയാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അർഹരായ എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്തി ഈ മാസം 23-ന് കരട് പ്രസിദ്ധീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള 6ാം ദിനത്തിലേക്ക് കടന്നു. 11 തിയേറ്ററുകളിലായി 72 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ 26 ചിത്രങ്ങളും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 6ഉം മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ 4 ചിത്രങ്ങൾ വീതം ഇന്ന് പ്രദർശിപ്പിക്കും. മേളയ്ക്കെത്തുന്ന ചലച്ചിത്ര പ്രേമികളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് പ്രവർത്തന സജ്ജം. മേളയുടെ അവസാന ദിനമായ വെള്ളിയാഴ്ച വരെ മുഖ്യവേദിയായ ടാഗോർ തിയേറ്ററിൽ എയ്ഡ് പോസ്റ്റിന്റെ സേവനമുണ്ട്. ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള 4 ജീവനക്കാർക്ക് പുറമെ ആംബുലൻസ് യൂണിറ്റും 2 അധിക ജീവനക്കാരും അടങ്ങുന്ന സംഘമാണ് മെഡിക്കൽ സെല്ലിലുള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി കേസിലെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ വിധി പറയും. ഇന്ന് അപേക്ഷ പരിഗണിച്ച കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും EDയുടെയും വാദം കേട്ടു. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ മാത്രമായിരിക്കണം EDയുടെ അന്വേഷണമെന്നും സമാന്തര അന്വേഷണം പാടില്ലെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാദം. വയനാട് കമ്പളക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാടുകയറിയെന്ന് സ്ഥിരീകരണം. പാതിരി വനമേഖലയിലേക്കാണ് കടുവ കയറിയത്. ആശങ്ക പൂർണ്ണമായും ഒഴിവായെന്ന് സൌത്ത് വയനാട് DFO അജിത് K രാമൻ അറിയിച്ചു. മൂന്നാർ അതിശൈത്യത്തിലേക്ക്. സീസണിലെ ഏറ്റവും താഴ്ന്ന താപനിലയായ 3 ഡിഗ്രി സെൽഷ്യസ് മൂന്നാറിന്റെ വിവിധ ഇടങ്ങളിൽ രേഖപ്പെടുത്തി. തണുപ്പ് വർദ്ധിച്ചതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാര മേഖല. അതിശൈത്യം നേരത്തെ എത്തിയതോടെ അടുത്ത ദിവസങ്ങളിൽ താപനില -ഡിഗ്രിയിലേക്ക് പോകുമെന്നാണ് വിലയിരുത്തൽ. ഇടുക്കി നെടുങ്കണ്ടത്ത് തൊഴിലാളികളുടെ ജീപ്പ് മറിഞ്ഞ് 10 പേർക്ക് പരിക്കേറ്റു. തേനിയിൽ നിന്ന് തൊഴിലാളികളുമായി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട് തേനിയിൽ നിന്നും തോട്ടം തൊഴിലാളികളുമായി വന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.